ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രണ്ട് CRT TV ആണ്. രണ്ടും ഡെഡാണ്. ഒന്ന് HG21 ഒന്ന് HP21. HP21 സബ് വൂഫർ വിത്ത് ട്യൂട്ടർ. ഇതിന് സബ് വൂഫർ ഇല്ല, ട്യൂട്ടർ മാത്രമേ ഉള്ളൂ. അതാണ് ഇത്. രണ്ടും ഒരേ ബോഡിയാണ്. ഇത് ട്യൂട്ടറുണ്ട്, ഇത് ട്യൂട്ടർ ഇല്ല. നമുക്കിത് ആദ്യം ഒന്ന് തുറന്നു നോക്കാം. സ്ക്രൂ എല്ലാം പോകുന്നില്ലേ? പോകുന്നതാണ്. പിന്നെ തുറന്നു വരാൻ എന്താണ് ഒരു മടി? ഇതാണ് സെറ്റ്. ഇതിൻ്റെ ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുക. ഇതുകൊണ്ട് കപ്പ് ലീക്കാന്ന് തോന്നുന്നു. കപ്പ് ലീക്കാണ്. ജസ്റ്റ് ഒന്ന് കുത്താം. ഡെഡായി പോയി. ആ ലീക്ക് കാരണം പിന്നെയും വർക്ക് ചെയ്യിച്ചിട്ടായിരിക്കാം. ട്യൂബ് തെളിയുന്നില്ല. നോക്കാം. അവിടെ മുഴുവൻ തുരുമ്പായി കാണും. ഇപ്പോൾ ഒരു സ്കൂട്ടർ, ഒരു ഫ്ലാറ്റ് സ്കൂട്ടർ വരുന്നുണ്ട്. സോണിയുടെ TV മാത്രം നമുക്ക് എർത്തി അഴിക്കാൻ പറ്റും. 10 ട്യൂബ് ആയതുകൊണ്ട് ഇതിനകത്ത് ചാർജ് കിടക്കില്ല. തുരുമ്പായി. അപ്പോൾ നമ്മളൊരു ഇതുണ്ട്, ഇവിടെ കീറി, ഇതാണ് കത്തി കീറിയിരിക്കുകയാണ്. ഇത് നമുക്ക് ക്ലീൻ ചെയ്യണം. തിന്നർ ചെരിഞ്ഞെടുത്തു. മൊത്തം തുരുമ്പ മറ്റേ ട്യൂബിൻ്റെ അവിടെ. അയണുണ്ടല്ലോ ഇവിടെ കുത്തിയിട്ടാലേ. ഇത് നല്ലപോലെ ആ തുരുമ്പ് കുത്തി കളയണം. തുരുമ്പെന്ന് പറയത്തില്ല, പഴയ സാധനം. അപ്പോൾ നമ്മൾ പഴയ കപ്പ്, ഇതാണ്ട് പഴയ കപ്പും കളഞ്ഞു, പഴയ അതിൻ്റെ കണക്ടർ തകിടും കളഞ്ഞു. ഇതുകൊണ്ട് മൊത്തം തുരുമ്പായിപ്പോയി. ഇതാണ് നമ്മൾ പുതിയ തകിടും പുതിയ കപ്പും ഇട്ടു. ഇനി നമുക്കിത് ഓണാവുമോ നോക്കാം. ട്യൂബിന് കുഴപ്പമൊന്നും വന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വരേണ്ടതാണ്. നമുക്ക് ഓണാക്കി നോക്കാം. ഓണായിട്ടുണ്ട്. ആ, സംഗതി വന്നു. വീഡിയോ ജോസ്
എല്ലാവരുടെയും പേര്, വീട്ടിലെ എല്ലാവരുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം ഷാർപ്പ്നെസ് ഉണ്ടല്ലോ, ഒന്നും തിരിക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഈ സെറ്റിന് പടവും കൂടെ നോക്കിയിട്ട് അടയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ വയറൊക്കെ കുത്തുക. പിന്നെ പൊങ്ങിയൊന്നും പോകാതിരിക്കാൻ വേണ്ടി നല്ലപോലെ വാക്യൂം ചെയ്തു. പിന്നെ ഇതിൻ്റെ കവറെ വൈബ്രേഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടി അവർ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ടേപ്പല്ല, ഒരു തുണി പോലൊരു സാധനം. കാരണം നല്ല ബാസ് വരുന്ന സെറ്റായതുകൊണ്ട് എല്ലാം കയറി വീണിട്ടുണ്ട്. എൻ്റെ സ്ക്രൂ എല്ലാം ഇട്ടേക്കാം. ഈ സ്ക്രൂ ഒക്കെ എന്നാ നല്ല ഫൈൻ സ്ക്രൂ ആണ്, നല്ല വലുപ്പവും. സ്ക്രൂ മുഴുവൻ ഇട്ടില്ല. നമുക്കൊരു DVD പ്ലെയർ ഉണ്ടല്ലോ പടം ഇട്ട് നോക്കാനിവിടെ, ഇത് ചെയ്തു. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. CRT TV-കൾ അത്ര ആഗ്രഹമുള്ളവർക്ക് കൊണ്ടുവന്ന് നമുക്ക് ചെയ്തു തരാം. അപ്പോൾ ഇത് പറഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഇട്ട് നോക്കാം. ഇപ്പോഴും ഈ സാധനം നല്ല വർക്കിംഗ് ആണ്. ആ സൗണ്ട് ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. ഇത് കഴിഞ്ഞു, ഇത് അടുത്ത സെറ്റാണ്. നമുക്കത് ഓണാവുമെന്ന് നോക്കാം. ഓക്കെ, കട്ട് ചെയ്ത് നമുക്ക് സർവീസ് ചെയ്യാൻ നോക്കാം. ഇതൊരു പ്രൊഫഷണൽ മിക്സറാണ്. അപ്പോൾ നമുക്ക് 4 സ്റ്റീരിയോ മൈക്ക് കൊടുക്കാം. 4 സ്റ്റീരിയോ മൈക്ക് ലൈൻ ഇന്നും 4 എണ്ണം കൊടുക്കാം. പിന്നെ ഇത് കണ്ടോ, 2 മോണോ മൈക്ക് കൊടുക്കാം. 2 ഔട്ട്പുട്ടും എടുക്കാവുന്ന, ഡിലേയും എക്കോയും എഫക്റ്റുകളെല്ലാം ഉള്ള ഒരു 5000 രൂപയോളം വില വരുന്ന SM പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ മിനി 6 എന്ന് പറഞ്ഞൊരു ഇതാണ്. ഇത് ഡെഡായിട്ട് വന്നതാണ്. എൻ്റെ ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആയിരുന്നു. 19.019 അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കാണിച്ചാലേ. ഇത് ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ആണ്, അതുകൊണ്ട് കംപ്ലൈൻറ്റ് എപ്പോഴും കുറവായിരിക്കും. SMPS നല്ലതാണെങ്കിലും കംപ്ലൈൻറ്റ് റേഷ്യോ സ്വല്പം കൂടുതലായിരിക്കാം. പുതിയ SMPS ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. 19.019 ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. കൊള്ളാം, നല്ലൊരു മിക്സറാണ്. അതിൻ്റെ വർക്കിംഗ് ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഓണല്ലേ? ഹലോ ഹലോ മൈക്രോ ടെസ്റ്റിംഗ്. ഹലോ 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 മൈക്രോ ടെസ്റ്റിംഗ്. ഹലോ ഹലോ ഹലോ. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഇതിലല്ല കൊടുത്തിരിക്കുന്നത്. ഒരു ചെക്ക് ചെയ്യാൻ ഔട്ട്പുട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുന്ന സാധനമാണ്. നല്ല കൊള്ളാം, നല്ല വർക്കിങ്ങും എല്ലാം ഉള്ള ഒരു സാധനമാണ്. താങ്ക് യു. ഉണ്ടല്ലോ വർഗീസ് സാറേ. എവിടെയാ സ്ഥലം? എവിടെയാ? വാഴൂര് അല്ലേ? ഇവിടെ അടുത്തുള്ള സ്ഥലം അല്ലേ? ഇത് സാറിൻ്റെ ആണ് മിനി 6 അല്ലേ? കോട്ടയം നിന്ന് മേടിച്ചാ? നല്ല വർക്കിംഗ് അല്ലേ? അപ്പോൾ ഇത് സാർ ഇവിടെ സർവീസ് ചെയ്യാൻ കൊണ്ടുവന്നാണ്. ഇതിൻ്റെ പവർ സപ്ലൈ പ്രശ്നമായിരുന്നു, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി സർവീസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബ് വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാറിനെ ഒന്ന് പരിചയപ്പെട്ടെന്നുള്ളതേ ഉള്ളൂ. ഇതാരാ ഈ പാട്ട് പാടി പഠിക്കുന്നത്? പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. എന്നാണ് ഒരു കൊച്ചുമക്കൾക്കാണോ? അതെ, കൊച്ചുമക്കൾക്ക് മേടിച്ചു കൊടുത്തിരുന്ന ഒരു മിക്സറാണ്. അത് നന്നാക്കാൻ വന്നതാണ്. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? എന്നാൽ പിടിച്ചു. എന്നാൽ ശരി സാർ, ഓക്കെ, കാണാം.
അപ്പോൾ എർത്ത് മസ്റ്റായിട്ടും കൊടുക്കണം. എർത്ത് അതെല്ലാവരും ഓർക്കേണ്ട കേസാണ്. എർത്ത് കൊടുത്തില്ലെങ്കിൽ CRT കുഴപ്പമാണ്. എർത്ത് ബേസ് ഇനി ഇത് ഇച്ചിരി അവിടെ ക്ലീൻ ചെയ്യട്ടെ ഞാൻ. CRTയുടെ കാർബൺ ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. കാരണം ഒത്തിരി വർഷങ്ങളായതുകൊണ്ട് അതിനകത്ത് കാർബണും തുരുമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. നമ്മളത് ക്ലീൻ ചെയ്യണം. ഓരോരുത്തർ പശ ഇട്ട് വെക്കുന്നത് അതൊക്കെ. ഈ പശയൊന്നും അവിടെ ആവശ്യമില്ല. പശ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ അത് കത്താനുള്ള ചാൻസ് കൂടുകയുള്ളൂ. അവിടെ വോൾട്ടേജ് കൂടുതൽ വരുന്നതുകൊണ്ട്. ഇവിടെ ഉണ്ടാകുന്ന കാർബൺ ആ ചുറ്റുവട്ടമുള്ളതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കിടണം. ഓണാകുമെന്ന് നോക്കാം. ഓണായിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഒരു ചെറിയ ട്യൂബ് മങ്ങലുണ്ടെന്ന് തോന്നുന്നു. വീഡിയോ ട്യൂബ് വന്നിട്ടുണ്ട്. ഇനി ചാനലിലേക്ക് ഇടാം. ഇത് കണ്ടോ, ഒരു ചെറിയ കളർ ചേഞ്ച് ഉള്ള ട്യൂബാണിത്. അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. സ്വല്പം മജന്ത കൂടിയിട്ടുണ്ട്. നമ്മളത് കുറയ്ക്കാൻ പോയ റെഡ് കണ്ടവനും കുറയും. നമ്മളൊന്ന് ചാർജ് ചെയ്ത് എടുക്കുകയാണ്. നമുക്കൊന്നേ ചാർജ് ചെയ്യാം. സാധനമാണ്. പഴയ മെക്കാനിക്കുകൾക്കൊക്കെ ഇതെന്നറിയാം. പുതിയത് പലർക്കും അറിയാവുന്നവരുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് ചാർജ് ചെയ്യാം. മൂന്ന് RGB കളേഴ്സാണുള്ളത്. ഇപ്പോൾ നമ്മുടെ സോണിയുടെ പുതിയ TV വരാൻ പോകുന്ന ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള TV ആണ്. RGB, റെഡ്, ഗ്രീനും ബ്ലൂ. കളറുണ്ടാക്കുന്ന അങ്ങനെയാണേലും ട്രൂ ആയിട്ടുള്ള RGB ഉള്ള TV LED-യിലില്ലിപ്പം. ഇപ്പോൾ സോണി ബ്രാവിയ 9 എന്ന് പറയുന്ന ഒരു RGB TV ആണ്. മിനി LED RGB എന്ന് പറഞ്ഞാൽ അതല്ല ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്നത്. ട്രൂ RGB എന്ന് പറഞ്ഞൊരു ന്യൂ ടെക്നോളജിയാണ്. 20 വർഷത്തെ പ്രയത്നം കൊണ്ടുള്ള സംഭവം. അടിസ്ഥാനം ഇത് തന്നെ. ഈ അടിസ്ഥാനത്തിനെ ഒന്ന് ഒതുക്കിയിരിക്കുന്നു. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ഗണ്ണാണ്. ആദ്യത്തെ ഗണ്ണ് നമുക്കത് കെടണം. കെടുമ്പോൾ അത് ക്ലിയറായിട്ട് കെടണം. പതുക്കെ 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 കെടണം. കെടുന്നില്ല. അപ്പോൾ ആ ഗണ്ണ് ഒരു ചെറിയ ഷോട്ടിംഗ് ഉണ്ട്. ഇനി അടുത്ത ഗണ്ണ് ചെറുതായിട്ട് സ്പാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ഗണ്ണ്. അപ്പോൾ ഈ ട്യൂബ് ഇച്ചിരി നല്ല വീക്കാണ്. രണ്ടെണ്ണം നോർമൽ. ഇത് സാധനം പാർഷ്യലായിട്ട് ഷോട്ടിംഗ് ആണ്, റെഡ്. അതുകൊണ്ടാണ് ഒരു പിങ്ക് കളർ വരുന്നത്. അപ്പോൾ ഇത് ചാർജ് ചെയ്തിട്ടും ശരിയാകുന്നില്ലെങ്കിൽ, അത്യാവശ്യം പടം കാണാം, കുറച്ച് നാളോട് ഉപയോഗിക്കാം. ശരിയാകുന്നില്ലെങ്കിൽ പുതിയ ട്യൂബ് വെച്ചാൽ മാത്രമേ പ്രശ്നം തീരുള്ളൂ. അപ്പോൾ അതങ്ങനെ വിടാം. ചാർജ് ചെയ്താൽ എടുത്തതാണ്, അതിൻ്റെ വ്യത്യാസം ഒന്ന് കാണിച്ചെന്നുള്ളേ ഉള്ളൂ. ഒരു ഗണ്ണിന് ഒരു ചെറിയ കളർ വ്യത്യാസം വന്നത് എന്തുകൊണ്ടാണെന്ന് കാണിച്ചു തന്നാണ്. നമുക്കിത് കുത്താം.
ചെറിയ സ്കൂട്ടർ എറിഞ്ഞാണ്. മൊത്തം കയറി. ഈ വയർ ഇതിനകത്തൂടെ ഇട്ട് സെറ്റാക്കിയാൽ ഇത് കവറൂടെ ഇട്ടാൽ മതി. വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കവറിട്ടോ മോനെ. കവറിട്ട് വീഡിയോയും കൂടെ നോക്കി നമുക്ക് അടയ്ക്കാം. എന്താ വിളി? ഈ അകത്തേക്ക് അപ്പൊ ഇവിടെ കാണത്തില്ല, പോവല്ലേ? ഇത് സോണിയുടെ പഴയ ഒരു ടി വി CRT. അതിപ്പോൾ നമ്മൾ അത് റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ കളർ ചേഞ്ച് ഇതിന് ട്യൂബിന് വന്നിട്ടുണ്ട്. നമ്മൾ ചാർജ് ചെയ്തെടുത്താണ്. ചാർജ് ചെയ്തിട്ട് അത് ക്ലിയർ ആയില്ല, ഒരു റെഡ് കൂടുതലുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ടി വി ഇന്നത്തെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, പണി കാണണം എന്ന് പറഞ്ഞ് പണി കണ്ടല്ലോ. ഓക്കെ, താങ്ക് യു.